Hi friends, how are you all? Are you happy? Are you good? Yes, I am good. I am happy. It's sixth day that we have taken the challenge to learn English to speak fluently. So are you ready to learn English to speak fluently? So here we go. We are so happy that we have learned so many sentences and words in English. അല്ലേ? ആറാമത്തെ ദിവസമായിട്ടുള്ളൂ ഇന്ന്. അതിനിടയിൽ കുറേ അധികം ഇംഗ്ലീഷ് സെൻറ്റൻസസും ഇംഗ്ലീഷ് വേർഡ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും സന്തോഷമല്ലേ? ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ സ്റ്റോറി ഒന്നും പഠിക്കുന്നില്ല. അതുപോലെ തന്നെ ഡയലോഗ്സ് അതും പഠിക്കുന്നില്ല. ഡയലോഗ് എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ സ്റ്റൈലും പഠിക്കുന്നില്ല. മറിച്ച് നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്ന അതേ സ്റ്റൈൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് കുറച്ചധികം സെൻറ്റൻസസ് ഞാൻ തരുന്നുണ്ട്. മലയാളത്തിലാണ് ആദ്യം തരുന്നത്. നിങ്ങൾ ആ സെൻറ്റൻസസ് ഇംഗ്ലീഷിലാക്കിയതിന് ശേഷം വീഡിയോ ഓൺ ചെയ്ത് കറക്ഷൻ ചെയ്യണം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് സെൻറ്റൻസ്, വാതിൽ തുറക്കൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോട് ഒരു ഇൻസ്ട്രക്ഷൻ തരാനുണ്ട്. വീഡിയോ 5-6 ദിവസമായിട്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. അല്ലാത്തവരോടാണ് ഈ പറയുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സെൻറ്റൻസ് കണ്ടില്ലേ, വാതിൽ തുറക്കൂ. ഇത് നിങ്ങൾ ഇംഗ്ലീഷിലോട്ടാക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വാതിൽ തുറക്കൂ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ മലയാളം. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ വാതിൽ തുറക്കൂ എന്നുള്ളത് ഇംഗ്ലീഷിൽ എഴുതണം. എഴുതിയതിന് ശേഷം വീഡിയോ ഓൺ ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാനത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് കറക്റ്റാണോ എന്ന് നോക്കുക. കറക്റ്റ് അല്ലെങ്കിൽ കറക്ഷൻ ചെയ്യുക. ഓക്കെ, അങ്ങനെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ്, വാതിൽ തുറക്കൂ. വാതിലിൻ്റെ ഇംഗ്ലീഷ് എന്താ? ഡോർ. തുറക്കൂ, ഓപ്പൺ. അപ്പോൾ നോക്കാം ആൻസർ എന്തായിരിക്കും. ഓപ്പൺ ദ ഡോർ. ഇവിടെ ഓപ്പൺ ദ ഡോർ. ദ എന്ന് വയ്ക്കാൻ കാരണം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വാതിലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഏതെങ്കിലും വീട്ടിലത്തെ ഏതെങ്കിലും വാതിൽ തുറക്കാനല്ല ഇവിടെ ആവശ്യപ്പെടുന്നത്. കറക്റ്റായിട്ട് നമ്മുടെ വീട്ടിലത്തെ ഇന്ന മുറിയിലെ ഇന്ന വാതിൽ ചൂണ്ടി കാണിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഓപ്പൺ ദ ഡോർ. ഓക്കെ, ക്ലോസ് ദ ഡോർ. എന്തായിരിക്കും ഇതിൻ്റെ ഇംഗ്ലീഷ്? വാതിലിൻ്റെ ഇംഗ്ലീഷ് എന്താ? ഡോർ. അടയ്ക്കൂ. അടയ്ക്കാൻ എങ്ങനെയാണ് പറയുക? ക്ലോസ് അല്ലേ? അപ്പോൾ ക്ലോസ് ദ ഡോർ. ലൈറ്റ് ഓൺ ചെയ്യൂ. ഇതിൽ എങ്ങനെ ഇംഗ്ലീഷിലാക്കാം? നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. അതിനുശേഷം ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ലൈറ്റിൻ്റെ ഇംഗ്ലീഷ് ലൈറ്റ് തന്നെയാണ്. ഓൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഓൺ തന്നെയാണ്. ചെയ്യൂ. ചെയ്യൂ എന്താ എഴുതുക? ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ചെയ്യൂ എന്നതിൻ്റെ മലയാളം ഇംഗ്ലീഷ് ഡു എന്നാണ്. പക്ഷേ ലൈറ്റ് ഓൺ ചെയ്യൂ എന്ന് പറയുമ്പോൾ ഡു ലൈറ്റ് ഓൺ എന്ന് ആരും പറയില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ടി വരും. ടേൺ ഓൺ ദ ലൈറ്റ്. ഓക്കെ, ടേൺ ഓൺ ദ ലൈറ്റ്. നെക്സ്റ്റ് സെൻറ്റൻസ്, അത് എനിക്ക് തരൂ. ഇംഗ്ലീഷിലൊന്ന് എഴുതി നോക്കൂ കേട്ടോ. അത്, ദാറ്റ്, എനിക്ക്, ഫോർ മീ, തരൂ, പ്ലീസ് ഗിവ്. ഇനി ഈ എഴുതിയ സെൻറ്റൻസസ് ഇപ്പം ഞാനിങ്ങനെ ഓർഡറിലല്ല പറയുന്നത്. മലയാളം എഴുതിയതിൻ്റെ തൊട്ട് താഴെ നമ്മൾ ആ ഇംഗ്ലീഷ് വാക്കൊന്ന് വെച്ച് നോക്കുകയാണ്. ഇനി നമുക്കതൊന്ന് ഓർഡറിലാക്കി നോക്കാം. ഗിവ് മീ ദാറ്റ്. ശരിക്കും പറഞ്ഞാൽ ഗിവ് മീ ദാറ്റ് എന്നല്ല, പ്ലീസ് ഗിവ് മീ ദാറ്റ്. അതായിരിക്കും കുറച്ചും കൂടി ഉചിതം.
കാരണം തരൂ എന്നാണ് പറയുന്നത്, അതൊരു റിക്വസ്റ്റാണ്. അപ്പോൾ പ്ലീസ് ഗിവ് മീ ദാറ്റ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മലയാളത്തിൽ നമ്മൾ അത് എന്നാണ് ആദ്യം പറഞ്ഞത്, അപ്പോൾ ദാറ്റ് എന്നല്ലേ വരണ്ടേ? പിന്നെ എനിക്ക് ഫോർ മീ എന്നല്ലേ വരേണ്ടത്? തരൂ പ്ലീസ്, ഓക്കെ പ്ലീസ് ഗിവ്. അതാണ് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറയാനായിട്ട്. പ്രശ്നമൊന്നുമില്ലെങ്കിലും സബ്ജക്റ്റ് ആദ്യം വരണം, അതിന് ശേഷം വെർബ് വരണം. അങ്ങനെ കുറച്ച് പരിപാടികൾ ഇതിലുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മളത് പഠിച്ചതാണ്. അപ്പോൾ പ്ലീസ് എന്നൊരു വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കണം പ്ലീസ്. അതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ സബ്ജക്റ്റായിട്ട് വരുന്നില്ല, അപ്പോൾ വെർബാണ് നമുക്ക് ആദ്യം എടുക്കേണ്ടത്. ഗിവ് മീ ദാറ്റ്. ഓക്കെ, എനിക്ക് തരൂ. ഓക്കെ, എനിക്ക് തരൂ, തരുക എന്നുള്ളതാണ് ഇവിടെ വെർബ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ആദ്യം വെക്കേണ്ടത്. ഓക്കെ, ഗിവ് മീ ദാറ്റ്. മീ ഗിവ് ദാറ്റ് എന്ന് വരില്ല, അതുകൊണ്ടാണ് ഗിവ് മീ ദാറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ ആദ്യം ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് എഴുതാനല്ല പഠിക്കുന്നത്, ഇംഗ്ലീഷ് സംസാരിക്കാനാണ് പഠിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും രാവിലെ തൊട്ട് വൈകുന്നേരം വരയ്ക്കും ഒരു പേനയും പേപ്പറൊക്കെ എടുത്തിരിക്കാൻ പറ്റുമോ? നോ, അത് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ചില കാര്യങ്ങൾ നമ്മൾ ബൈ ഹാർട്ട് അടിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് തരൂ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ കാണാതെ പഠിക്കാം. ഗിവ് മീ ദാറ്റ്, പ്ലീസ് ഗിവ് മീ ദാറ്റ്, പ്ലീസ് ഗിവ് മീ ദിസ്, ഇത് തരൂ. പ്ലീസ് ഗിവ് മീ എ പെൻ, എനിക്കൊരു പേന തരൂ. പ്ലീസ് ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരൂ. ഓക്കെ, പ്ലീസ് ഗിവ് മീ സം ചോക്ലേറ്റ്സ്, എനിക്ക് കുറച്ച് സം വെച്ചുവല്ലോ, അപ്പോൾ കുറച്ച്. പ്ലീസ് ഗിവ് മീ സം ചോക്ലേറ്റ്സ്, എനിക്ക് കുറച്ച് ചോക്ലേറ്റ് തരൂ. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇത്രയേ ഉള്ളൂ, പ്ലീസ് ഗിവ് മീ എന്ന് ആദ്യം വയ്ക്കുക, എന്നാദ്യം പറയുക. അതിനുശേഷം നമ്മുടെ ആവശ്യം എന്താണോ അത് പറയുക. ക്ലിയർ ആയില്ലേ? ഇനി ഒരു സെൻറ്റൻസ് നമുക്ക് തെറ്റില്ലല്ലോ, ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് സെൻറ്റൻസ്, ഇത് എടുക്കൂ. നിങ്ങളൊന്ന് ഇംഗ്ലീഷിൽ എഴുതി നോക്കിയേ. ഇത്, ദിസ്, എടുക്കൂ, ടേക്ക്. ഒന്നിങ്ങ് പ്ലീസ് ടേക്ക്. ഓക്കെ, നമുക്ക് നോക്കാം. ടേക്ക് ദിസ്, ഇത്രയേ ഉള്ളൂ. കണ്ടോ, വളരെ സിമ്പിളാണല്ലേ? ഇതെടുക്കൂ, ടേക്ക് ദിസ്. ഇത് ഇവിടെ വയ്ക്കൂ. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇത്, ദിസ്, ഇവിടെ, ഹിയർ, വയ്ക്കൂ, കീപ്പ്. വളരെ സിമ്പിളാണല്ലേ? കീപ്പ് ഇറ്റ് ഹിയർ, കീപ്പ് ഇറ്റ് ഹിയർ. ഇതൊന്നും കാണാതെ പഠിച്ചോട്ടെ, ഇതൊക്കെ നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെച്ചോ. ഇതിൻ്റെയൊക്കെ ഇനി മലയാളം ട്രാൻസ്ലേഷനിലേക്ക് ചിലപ്പോൾ ഒക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചെയ്തോ, കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് അറിയാം. ഇത് ഇവിടെ വയ്ക്കൂ, ഇത്, ഇറ്റ്, ഇവിടെ, ഹിയർ, വയ്ക്കൂ, കീപ്പ്. പക്ഷെ ഇത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇതെവിടെ വെക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കീപ്പ് ഇറ്റ് ഹിയർ എന്നൊരു 5 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ ആയില്ലേ മൈൻഡിൽ. നെക്സ്റ്റ് സെൻറ്റൻസ്, അത് ചെയ്യരുത്. ഡോണ്ട് ഡു ദാറ്റ്. ശ്രദ്ധിക്കൂ. ബി കെയർഫുൾ. ശ്രദ്ധിക്കൂ എന്നതിനെ നമുക്ക് ബി കെയർഫുൾ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കൂ എന്നതിനെ ലിസൺ എന്നും കൂടി നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ബി കെയർഫുൾ എന്ന് പറഞ്ഞില്ലേ, ശ്രദ്ധിക്കൂ എന്ന് മാത്രമല്ല നമുക്ക് ഇങ്ങനെയും പറയാം, സൂക്ഷിക്കൂ. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. സൂക്ഷിക്കുക എന്നതിനെയാണ് ബി കെയർഫുൾ. സൂക്ഷിച്ചു പോവുക, നോക്കി പോവുക എന്നൊക്കെ പറയില്ലേ. മെല്ലെ സംസാരിക്കൂ. സ്പീക്ക് സ്ലോലി. എന്നെ കേൾക്കൂ. ചിലപ്പോൾ ഒക്കെ നമ്മൾ പറയണം എന്നെ കേൾക്കൂ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, അങ്ങനെ പറയില്ലേ, അതിന് ലിസൺ ടു മീ. പിന്നെ എന്നെ വിളിക്കൂ. ചില ഫോൺ കോളൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് പിന്നെ വിളിക്കൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വഴിയിൽ കാണുമ്പോൾ പറയില്ലേ എന്നെ പിന്നെ വിളിച്ചോളൂ കേട്ടോ എന്ന് പറയില്ലേ, അതിന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം?
Call me later. ഞാൻ ഇപ്പോൾ തിരക്കിലാണ്. I am busy now. ഞാൻ ഉടൻ വരും. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറില്ലേ, ഞാൻ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരാം കേട്ടോ, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറയില്ലേ, അത് ഞാൻ ഉടൻ വരും. ഐ വിൽ കം സൂൺ. നീ എന്ത് ചെയ്യുന്നു? ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചെടുത്ത് എഴുതണം. ഓക്കെ, അതിന് ശേഷം മാത്രം ആൻസർ നോക്കിയാൽ മതി. വാട്ട് ആർ യു ഡൂയിങ്? നീ എവിടേക്ക് പോകുന്നു? ഇതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ആലോചിച്ചെഴുതണം. വേർ ആർ യു ഗോയിങ്? നമുക്ക് പുറത്തേക്ക് പോകാം. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോ. നിങ്ങൾക്ക് കുട്ടികളാണെങ്കിൽ പേരൻസിനോടും, ഹസ്ബൻഡാണെങ്കിൽ വൈഫിനോടും, വൈഫാണെങ്കിൽ ഹസ്ബൻഡിനോടും, ഇനി വയസ്സായിട്ടുള്ള അമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടും ഒക്കെ പറയാം. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാൻ പറ്റുന്ന ഒരു നല്ല സെൻറ്റൻസാണത്. നമുക്ക് പുറത്തേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഔട്ട്. ഈ ലെറ്റ്സ് എന്ന് പറയുന്നത് ലെറ്റ് അസ് എന്നാണ്. ലെറ്റസ് ഗോ ഔട്ട്. നമുക്കത് എഴുതുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. ലെറ്റ്സ് ഗോ ഔട്ട് എന്നും പറയാം, ലെറ്റസ് ഗോ ഔട്ട് അങ്ങനെയും പറയാം. എന്നോടൊപ്പം വരൂ. ഈ ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ ശ്രദ്ധിച്ചോ, ഒപ്പം. ആ വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൂടെ, ഒപ്പം. എന്താ അത്? വിത്ത് അല്ലേ? ഇതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ ടൈപ്പ് ചെയ്യാൻ മറന്നുപോയി, ഞാൻ പറയാം. എന്നോടൊപ്പം വരൂ. കം വിത്ത് മീ. കം വിത്ത് മീ. പ്രശ്നമില്ല. നോ പ്രോബ്ലം. അത് നല്ലതാണ്. ദാറ്റ്സ് ഗുഡ്. ദാറ്റ് ഈസ് ഗുഡ് അങ്ങനെയും പറയാം. ദാറ്റ്സ് ഗുഡ് രണ്ടും ശരിയാണ്. അത് മോശമാണ്. ദാറ്റ്സ് ബാഡ്. എനിക്ക് അത് ഇഷ്ടമാണ്. ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് അത് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അത് ശരിയാണ്. ദാറ്റ്സ് ട്രൂ. ദാറ്റ് ഈസ് ട്രൂ അങ്ങനെയും പറയാം. അത് തെറ്റാണ്. ദാറ്റ്സ് റോങ്. ഞാൻ സമ്മതിക്കുന്നു. ഐ എഗ്രി. ഞാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് സമ്മതമല്ല അങ്ങനെ പറയില്ലേ. ഐ ഡോണ്ട് എഗ്രി. ബസ് സ്റ്റോപ്പ് എവിടെയാണ്? വെർ ഈസ് ദ ബസ് സ്റ്റോപ്പ്? ഇതിൻ്റെ വില എത്രയാണ്? ഹൗ മച്ച് ഈസ് ദിസ്? എനിക്ക് ഒരു ടിക്കറ്റ് തരൂ. ഗിവ് മീ എ ടിക്കറ്റ്. എനിക്ക് സഹായം വേണം. ഐ നീഡ് ഹെൽപ്പ്. നീ എന്നെ സഹായിക്കുമോ? ക്യാൻ യു ഹെൽപ്പ് മീ? ദയവായി വഴി പറഞ്ഞു തരൂ. പ്ലീസ്
ടെൽ മീ ദ വേ. ഞാൻ വഴി തെറ്റി. ഐ ആം ലോസ്റ്റ്. ഇങ്ങനെയുള്ള സെൻറ്റൻസ് കാണാപ്പാഠം പഠിക്കാതെ വേറെ മാർഗ്ഗമില്ല. കാരണം വഴി, വേ, തെറ്റി, ഗോൺ റോങ് അങ്ങനെയൊക്കെ പറയുന്നതിനേക്കാട്ടിലും നേരെ ഐ എം ലോസ്റ്റ് അത്രയും പറഞ്ഞാൽ മതിയാവും. അപ്പോൾ അത് കാണാതെ പഠിക്കുന്നതാണ് ഉചിതം. ഇവിടെ നിർത്തൂ. സ്റ്റോപ്പ് ഹിയർ. നേരെ പോകൂ. ഗോ സ്ട്രെയിറ്റ്. ഇടത്തേക്ക് തിരിയൂ. ടേൺ ലെഫ്റ്റ്. വലത്തേക്ക് തിരിയൂ. ടേൺ റൈറ്റ്. വേഗം ചെയ്യൂ. ഹറി അപ്പ്. ഞാൻ വീട്ടിലെത്തി. ഐ റീച്ച്ഡ് ഹോം. ഞാൻ വഴിയിലാണ്. ഐ ആം ഓൺ ദ വേ. സമയം എത്രയായി? വാട്ട് ടൈം ഈസ് ഇറ്റ്? ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം വെറുതെ നമ്മൾ കുറച്ച് സെൻറ്റൻസസും വേർഡ്സും പഠിച്ചത് കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ എന്നും പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ പ്രാക്ടീസ് ചെയ്യും? വെറുതെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇനി നിങ്ങളുടെ ഫോൺ എടുത്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മതിയാവോ? ഫോൺ എടുത്തു, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തു, അത് തിരിച്ചു കേട്ടു. ഇതുകൊണ്ട് മാത്രം ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കില്ല. നമ്മൾ കുറേ സെൻറ്റൻസസ് ബൈ ഹാർട്ട് ചെയ്തതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിലത്തെ അല്ലെങ്കിൽ നിങ്ങൾ എത്രയിലാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ എത്ര ഏജുള്ള വ്യക്തിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ചെറുതിലേ പഠിച്ച കാര്യങ്ങൾ ഇപ്പോഴും ഓർത്തു വയ്ക്കാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. പക്ഷേ പിന്നെ എങ്ങനെയാണ് ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ പഠിക്കുന്നത്? ഈ കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം, നമ്മളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യണം. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ള വ്യക്തികളാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. അല്ലാതെ വേറെ മാർഗ്ഗമില്ല. കാരണം സംസാരിക്കുക എന്ന ഒരേ ഒരു കാര്യം മാത്രമാണ് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത്. ലിസൺ, സ്പീക്ക്, അതിൽ തന്നെ നമ്മൾ പഠിക്കും. അപ്പോൾ അയ്യോ ഇനി എനിക്ക് പറ്റില്ലല്ലോ, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഡിസപ്പോയിൻറ്റഡായി വീഡിയോ കാണാതിരിക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതാക്കുകയോ ചെയ്യരുത്. നിങ്ങൾക്കൊരു മാർഗം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഈ വീഡിയോ ഈ ഒരു മാസം ഫുള്ളായിട്ട് കാണുക. അടുത്തൊരു മാസം നിങ്ങൾക്ക് പ്രാക്ടീസ് എടുക്കാം. ജൂലൈ 1-ാം തീയതി മുതൽ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഓൺലൈനിൽ തുടങ്ങുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ മെയിൽ ഐ ഡി തരാം. ആ മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ദ വീഡിയോ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. താങ്ക് യു. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.